കുളിച്ചിട്ടിറങ്ങിയാടാ. ഇവിടെ മഴയാണ്. മഴയുണ്ട്. നമ്മൾ പോകുന്നത് ഗംഗയുടെ വീട്ടിലോട്ടാണ്. ഇന്ന് ഒരു ഷൂട്ടുണ്ട്, ഒരു കൊളാബ് ഷൂട്ട്. ഗംഗയുടെ ബർത്ത്ഡേ വരാനായിട്ട് പോവാണ്. അപ്പം നമ്മളൊരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി അനിയനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. കുറച്ച് ദൂരം പോകാനുണ്ട്, ഒരു 45 മിനിറ്റ്സോളം പോകാനുണ്ട്. അത്രയും ദൂരമുണ്ട്, 45 കിലോമീറ്റേഴ്സ് അല്ല, 45 മിനിറ്റ്സോളം പോകാനുണ്ട്. അപ്പം പോണ വഴിയിൽ ഗംഗ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ എണീറ്റിട്ട് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ച് എണീപ്പിച്ചു. റെഡി ആവാൻ പറഞ്ഞു. കാര്യം ഇത്രയും സമയം എടുക്കും, അപ്പോഴത്തേക്കും നീ റെഡി ആയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കൊരങ്ങനെ കൊള സ്ഥലം എത്തി നമ്മൾ. ഇൻട്രസ്റ്റിംഗ് സ്ഥലം എത്തി. വീട് എവിടെയെന്ന് അറിയില്ല. വലിയ വിശപ്പുണ്ട്. നിനക്ക് വിഷം അതൊക്കെ അതിനകത്ത് ഇട്ടേരെ പറഞ്ഞാണ് വിട്ടത്. ആ എവിടെയാണത്? ആ ഇവിടെ നിന്നാതെ. ആ ശരി, ദാ വരണം. എന്തോരം പൂച്ചകളാ. ഒരു കാട്ടിൽ വരണ വഴി കൊരങ്ങൻ എന്തൊക്കെ ഉണ്ടായിരുന്നു. സത്യം ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നതാണ്. ഏതൊക്കെയോ റോട്ടിൽ കൂടെ കൊണ്ടുവന്ന് കുറെ കുരങ്ങന്മാരെയൊക്കെ കണ്ട് നമ്മള് എന്റർടൈനിങ് ആയിരുന്നു. പിന്നെ വന്നപ്പോ മനസ്സിലായി റോഡ് വേറെ ഉണ്ടോ. ഇവിടെ പട്ടിയ ഷിറ്റ് പോലെ സൂക്ഷിച്ചു കൊണ്ടുവന്നിട്ട്. എന്താ അച്ഛൻ കൂട്ടുകാരനാണോ കൂട്ടുകാരിയാണോ? കണ്ണൂരിന്റെ മോള് അത് പോയ അല്ല, ഈ കണ്ണൂന്ന് പറഞ്ഞു. One eternity later. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോഴത്തേക്കും അവളൊന്ന് സെറ്റായി വന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. രാവിലെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഷൂട്ട് ഉച്ചയ്ക്ക് കഴിയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവിടെ ചെന്ന് കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചധികം നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൾ എൻ്റെ കോളേജിലെ ജൂനിയർ ആയിരുന്നു. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് അവൾ ഗ്രാജുവേഷൻ ചെയ്യായിരുന്നു. പക്ഷെ അപ്പം എനിക്കറിയില്ലായിരുന്നു. എന്നെ കണ്ടിട്ടുണ്ട് അവൾ, പക്ഷെ ഞാൻ അവളെ കണ്ടിട്ടില്ല. കാര്യം ജൂനിയേഴ്സ് ഒത്തിരി പേരുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാക്മേൽ ഒന്നിച്ച് പഠിക്കാൻ പോയത്. അവിടെ വെച്ചിട്ട് നമ്മൾ പരിചയപ്പെട്ടു. അപ്പം നമ്മൾ അവിടെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പം അവിടെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റായത്. ഭയങ്കര രസമായിരുന്നു. ഒരു അനിയത്തിയാണെങ്കിലും പക്ഷേ ഫ്രണ്ടിനെ പോലെ ആയിരുന്നു അവൾ. ഓക്കെ, ഇപ്പോഴും അങ്ങനെയാണ്. ഇബിനു ഒന്നമ്മ അവനിട്ട് ഇരിക്കാൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇരിക്കണം. ഇന്ന് അവൾ ഇടുന്നത് ഒരു ചെറി റെഡ് ഗൗണാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി ഗൗണാണ്. അപ്പം അതിന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ലുക്ക് വന്നിട്ട് ഒരു ചെറിയൊരു വിങ്ഡ് ലൈനർ, മിനിമൽ ലുക്കാണ്. റെഡ് ലിപ്പൊക്കെ വന്നിട്ട് അപ്പം നല്ല രസമുണ്ടാവും കാണാനായിട്ട്. അതുപോലെ തന്നെ ഹെയർ കുറച്ച് ബേബി കോൾസ് ഒക്കെ കൊടുത്തിട്ട് ലൂസ് ഹെയർ ആയിട്ടാണ് ചെയ്യാൻ വിചാരിക്കുന്നത്.
ആൻറ്റി ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നു. നമ്മൾ പുട്ടാണ് രാവിലെ കഴിച്ചത്. പുട്ടും പഴവും പിന്നെ മിക്സ്ചർ. അത് അച്ഛന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മിക്സ്ചർ വാങ്ങിച്ചതാണ്. അപ്പോൾ അവൾ കഴിക്കുന്നത് ഓട്സ് ആണ്. ഓക്കെ, ഓട്സും കുറേ സീഡ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഡയറ്റാണെന്നാണ് പറഞ്ഞത്. സത്യം പറയാണ്ടി ആമസോണിലൊരു ചേച്ചി ഇടും അവരെ സൂപ്പർ അവനായിട്ടേന്ന് ഒറിജിനൽ ആണെന്നോണ്ടാ വിശ്വസിക്കല്ലേ. ഞാൻ കാണിച്ചു കൊടുത്തു ഒറിജിനൽ തനിക്കുളം ഞാൻ കാണിച്ചു കൊടുത്തു ഉള്ളിൽ വെച്ചേക്കാണ്. സോ അവനവൻ ഞെട്ടി തകർന്നിരിക്കുകയാണ്. എന്തേലും പറയൂ നാടാ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ കാണി നിന്നെ ഉപദ്രവിക്കണേന്ന്. അപ്പൊ ഇപ്പൊ നമ്മള് ഹെയർ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. താജ്മഹൽ പണിഞ്ഞിട്ട് വരാം. ഇതേത് എന്റെ അനിയത്തി പെട്ടെന്ന് മനസ്സിലായില്ലാടൂ. നീ ആമ്പിളൊരു കണക്കിരിക്കണം. ബൈ ഗൈസ്. വന്നിട്ട് 11:00 തീർക്കണമെന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫറെ വിളിച്ചിരുത്തിച്ച് ഒരാള് സൈഡിൽ ഉറങ്ങണ ഒരാള് പിന്നെ ഷൂട്ട് കഴിയാൻ 4 മണിക്ക് തീരും. 5 മണിക്ക് എത്തും. പോയിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഗംഗയുടെ വീട്ടിലാണ്. സോ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. അടുത്ത് ഗംഗ റെഡിയാണ്. കാണിച്ചു തരാം. ഡ്രസ് എവിടെ നിന്ന് ചെയ്ത ഒരാഴ്ച നല്ല കാറ്റടി ദിവസം പ്രാന്തിയെ പോലെ ഇരിക്കുന്നു. ബലൂണൊക്കെ പറമ്പിലൊക്കെ എഴുതിയോ അടക്കണം പറഞ്ഞു. അയ്യോ അത് നോക്കാം. ബിക്കോസ് ചെറിയ മാല കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇങ്ങോട്ട് പെട്ടെന്ന് ചേടാ. 1999 ഒന്നെവിടെ പാവം പിള്ളേർ ഇവിടെ പണിയെടുക്കുന്നു. അവളവിടെ നമ്മൾ ഇവിടെ നിൽക്കും. ബാക്കിലോട്ട് നിന്ന് ബാർബി ഡോളിനെ പോലെ. ചെരുപ്പിടാത്തത് നല്ല കാറ്റുണ്ട്. നീ ഉള്ളിൽ കയറണതാവും നല്ലത്. കൊള്ളാം, അടിപൊളി. നാളെ 25 വയസ്സാൻ പോണ. എന്തുണ്ട് എന്താ തോന്നുന്നു കഴിഞ്ഞ കഷ്ടം. എന്ന് തരും നമുക്കൊരു പാർട്ടി. തരാം. 50ാമത്തെ എനിക്ക് 25ാമത്തെ വയസ്സ് ആഘോഷിക്കും. ഞാൻ ചോദിച്ച് 25ാമത്തെ വയസ്സിൽ സാധാരണ നമ്മള് സാധാരണ യൂട്യൂബേഴ്സ് കാണുന്നത് എല്ലാരും സെലിബ്രേറ്റ്. ഞാൻ ചോദിച്ചാൽ എപ്പോ അടുത്ത പാർട്ടി തരും? 50ാമത്തെ വയസ്സിൽ തരാം. സിൽവർ ജൂബിലി ആകുമ്പോ ഞാൻ എല്ലാവർക്കും പാർട്ടി കൊടുക്കുന്ന ഇതെല്ലാം സെറ്റായാ. ഓക്കെ തല നേരെ വെക്കും മോളെ. തിരിഞ്ഞു നോക്കൂ, തിരിഞ്ഞു നോക്കൂന്ന് പറഞ്ഞ നിന്റെ ബർത്ത്ഡേ ആണ്. അത് ആലോചിച്ച് ചിരിക്കട്ടോ. അങ്ങോട്ട് നോക്കിട്ട് ഇങ്ങോട്ട് നോക്കി. അങ്ങോട്ടല്ല, ബാക്കിലോട്ട്. No, that's it. Back. What? Back. അതല്ല നല്ല മോശം. നീ ബാക്ക് തിരിഞ്ഞു നല്ല മോശം. തിരിഞ്ഞ ജസ്റ്റ് ഒന്ന് തല ഇങ്ങോട്ട് നോക്കി നോക്കട്ടെ. അല്ല, എനിക്ക് ബോ ആണ് കിട്ടേണ്ടത്. അത് കൊള്ളാം. അവിടെ അടിപൊളിയായിട്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞത്. അത് അവളുടെ പുതിയ വീട് പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത.
എല്ലാരും കേക്കിന് വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ് guys. ഇത് ഊരിയാ തിന്നാ. ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്നാണ് ചേച്ചി പറയുന്നത്. അത് KFC അങ്ങനെയാണ് പറഞ്ഞത്. പൊട്ടും. തുടങ്ങട്ടെ. ഇനി പാടല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. സോ യമ്മി. നീ അല്ലേ ടൈറ്റിൽ എന്ന് പറഞ്ഞത്? അപ്പോഴത്തേക്കും ഏകദേശം ഒരു 5:30, 5:45 ആ ഒരു ടൈമായി. പിന്നെ നമ്മൾ നേരെ എങ്ങനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് സാധനമൊക്കെ കെട്ടിപ്പറക്കി അവിടെ നിന്ന് ഇറങ്ങി. കാര്യം ഇനി നിന്ന് കഴിഞ്ഞാൽ വീട്ടിലെത്താൻ ലേറ്റ് ആവും എന്നുള്ളത് കൊണ്ട് പിന്നെ ആൻറ്റീൻ്റെ അടുത്തും മാളുവിൻ്റെ അടുത്തും ഗംഗയുടെ അടുത്തൊക്കെ ബൈ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. എന്തായാലും അടിപൊളി ഷൂട്ടായിരുന്നു. എന്തായാലും അവൾ ഹാപ്പിയാണ്. കുറേ അധികം ഫോട്ടോസൊക്കെ കിട്ടി, വീഡിയോസൊക്കെ കിട്ടി. ആ ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഇതുപോലെ ഓടിക്കും. സാധാരണ ഞാൻ ഒറ്റയ്ക്ക് ഓടിക്കാറില്ല, ആരെങ്കിലും ഒക്കെ കൂടെ, കാരണം ഇപ്പോഴും കൂടെ ആളുണ്ട്. പക്ഷെ ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്ക് കാർ എടുത്തു. ആരും എന്താ അറിയോ, രാവിലെ സമയത്ത് ഞാൻ വണ്ടി എടുക്കാറില്ല. രാത്രി സമയത്ത് ആരും ഇല്ലാത്ത നേരം നോക്കി വണ്ടി എടുക്കും. 1 മണി 2 മണി സമയത്ത് വണ്ടി എടുത്തോണ്ട് എന്ത് വീഡിയോ എടുക്കുന്നത്? ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കണം. ഒറ്റയ്ക്ക് സംസാരിച്ചിട്ട് ഫോണൊക്കെ സംസാരിച്ച് ഞാൻ പോകും. ഇപ്പൊ എനിക്ക് ഫോൺ എടുക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. എടുത്തോട്ടോ. അല്ലല്ല, ഫോൺ സംസാരിക്കൂല, നമ്മളല്ലാതെ വണ്ടി ഓടിച്ചോണ്ട് പോകും. ഓക്കെ, റോഡിലാളില്ലാത്തോണ്ട് തിരക്കുള്ളടത്തോട്ടല്ലേ പോണം. അപ്പൊ ഒരു വീഡിയോ എടുക്കണം. എന്റെ ഈശ്വര, ഇല്ലടാ അപ്പൊ ഞാൻ കാണിച്ചു തരാം. 5 വട്ടം ഓഫ് ചെയ്ത് അപ്പടിയൊന്നും നടക്കാൻ മാട്ടേ. എല്ലാം ഒട്ടിച്ചിട്ടില്ല, അതറിയോ? എല്ലാം ഉണ്ടായിരുന്നു. വിത്തിൻ ഒരു 5-6 months I will drive ഒറ്റയ്ക്ക്. നേരത്തെ കുറച്ചും കൂടെ സ്പീഡ് കിട്ടും. അടുത്ത ലെവലാവും. 4 പോകാനാ ഈ പിന്നുള്ളടത്താ പോട്ട് ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കണം. കയ്യിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഴി കിടക്കാം. അത് നിനക്കറിയാല്ലേ? ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് സീറ്റ് ബെൽറ്റ് ഇട്ടോണ്ട് കുഴപ്പമില്ല, ആക്സിഡന്റ് ആയി കിടന്നാലും അവിടെ കിടന്നോളൂല്ലേ. അപ്പോൾ ഞാൻ പോയിട്ട് വീടെത്തിയപ്പം ഒരു 7:30, 10 മണിയായി. എത്ര മണിയായി പോലും എനിക്ക് ഓർമ്മയില്ല. ഓ ഗുഡ്, നോക്കട്ടെ. ഇപ്പോൾ 7:50, ഇപ്പോൾ സമയം 7:55. നമ്മളൊരു 7:30 ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും, നമ്മളൊരു 7:30 ആ ഒരു സമയമായപ്പോഴത്തേക്കും വീടെത്തി. ഇപ്പോൾ സമയം 7:55 ആയി. അങ്ങനെ രാവിലെ പെട്ടിയും പാണ്ടും ഒക്കെ ആയിട്ട് പോയതാണ് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഫ്രഷായി, നല്ല പൊടി ഉണ്ടായിരുന്നു. കാര്യം അവളുടെ പുതിയ വീട്ടിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നല്ല സിമെൻറ്റും എന്തൊക്കെ പൊടി നല്ലപോലെ ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അവൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ നല്ല ക്ഷീണമുണ്ട്, ഫുഡ് കഴിക്കണം, കുറച്ച് പണിയുണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ, അയ്യോ ഒരു കാര്യം പറയാൻ പറഞ്ഞേ, നമ്മൾ നേരത്തെ കാർ ഓടിച്ചില്ലേ, അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പേടിച്ചിരിക്കരുത്. ഓക്കെ, കാർ ഓടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പേടിക്കാതെ ഓടിക്കാനായിട്ട് നോക്കാം. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തോ ഒരു ധൈര്യം ഉള്ളിൽ വെച്ചുകൊണ്ട് എനിക്ക് ഓക്കെ ഇന്നതൊക്കെ ചെയ്യണം എന്നറിയാം. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ അത് ചെയ്യുമ്പോൾ മാത്രമേ അത് അത്രയും എക്സ്പേർട്ട് ആവുള്ളൂ, എക്സ്പീരിയൻസ്ഡ് ആവുള്ളൂ. അപ്പം അങ്ങനെ കാർ ഓടിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും പേടിക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടൈം തോക്കും, നോ ഇഷ്യൂ. സെക്കൻഡ് ടൈം തോക്കും, നോ ഇഷ്യൂ. തേർഡ് ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചെങ്കിലും ശരിയാക്കും. അങ്ങനെ നമ്മൾ ചെയ്ത് മാത്രമേ ശരിയാക്കുള്ളൂ. പലപ്പോഴും ഞാൻ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പേടിച്ചിരുന്ന സമയങ്ങളുണ്ട്. പിന്നാവട്ടെ എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ
ഞാൻ ശരിക്കും എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചു തുടങ്ങിയതാണ്. അത് രാത്രി സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്ത്. പക്ഷെ വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്ത് പോലും നമുക്കൊരു വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ബാലൻസ് വേണം, ഗിയർ ഇടാൻ പഠിക്കണം, മാനുവൽ വണ്ടിയിൽ ഗിയർ ഇടാൻ പഠിക്കണം. അപ്പം അതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മാനുവൽ ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഓടിക്കാം. അപ്പം പേടിയുണ്ടെങ്കിൽ പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഓക്കെ ഡ്രൈവ് ചെയ്യുക. അത്ര പേടിയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട്, അതായത് നല്ലപോലെ ഡ്രൈവ് ചെയ്യണ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് എന്താ രാവിലെ സമയത്ത് അല്ലെങ്കിൽ വണ്ടി കുറവുള്ള സമയത്ത് ഓടിച്ച് പഠിക്കുക. ഒറ്റയ്ക്ക് എടുക്കുക. അങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് കുറേ കഴിയുമ്പോൾ നമ്മളങ്ങ് താനേ വണ്ടി എടുക്കും. അതങ്ങ് ശീലമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.